Hello everyone, and finally we are going for a girls trip. അതെ ഗൈസ്, അങ്ങനെ ആ ദിവസം എത്തിച്ചേർന്നിരിക്കുകയാണ്. കുറേ നാളായി ഞങ്ങളൊരു ഗേൾസ് ട്രിപ്പ് പോകാമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ ദിവസം എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ വേറെ ഒന്നുമല്ല, നോർത്ത് സ്വന്തം ഹൃദയസ്ഥാനമായ ബെൽഫാസ്റ്റിലായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. ഞങ്ങളൊരു 8 പേരുണ്ടായിരുന്നു. പറയാതിരിക്കാൻ വയ്യ, അടിപൊളിയായിരുന്നു. നമ്മൾ ഈ ഫാമിലി ആയിട്ട് പോകുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു എൻജോയ്മെൻറ്റ് കൂടുതലാണ് നമ്മൾ ഗേൾസ് മാത്രമായിട്ട് പോകുമ്പോൾ. അത് നമുക്കിന്ന് മനസ്സിലായി. ആൻഡ് നമ്മുടെ ഡെസ്റ്റിനേഷൻ മെയിനായിട്ട് ക്രിസ്മസ് മാർക്കറ്റായിരുന്നു. പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റ് എന്നാണ് ഞാൻ ലാസ്റ്റ് പറയാം. കൂടുതൽ ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ നൈറ്റല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് ക്രിസ്മസ് മാർക്കറ്റിൽ നൈറ്റ് വരാം. നമുക്കിപ്പോൾ ഇവിടേക്കൊന്ന് കറങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാവരും കൂടി കറങ്ങാൻ തുടങ്ങിയപ്പോൾ ഗൈസ്, ഫസ്റ്റ് നമ്മൾ ക്രിസ്മസ് മാർക്കറ്റിൽ ഒരു ദോശക്കട ഉണ്ടായിരുന്നു. അവിടുന്ന് ദോശയൊക്കെ കഴിച്ചിട്ടായിരുന്നു നമ്മുടെ യാത്ര. അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമ്മൾ ദോശ ട്രൈ ചെയ്തു. നല്ല ദോശയായിരുന്നു കേട്ടോ. അവിടുന്ന് പിന്നെ നേരെ നമ്മൾ വിക്ടോറിയ സ്ക്വയറിലോട്ടാണ് പോയത്. അതിനിടയിലുള്ള കുറച്ച് ക്ലിപ്സാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ദോശ എല്ലാം വന്നു. നല്ല അടിപൊളി മസാല ദോശയായിരുന്നു കേട്ടോ. ഒരു ചേട്ടൻ്റെ കടയായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ നേരെ മസാല ദോശയും കഴിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് നേരെ വിക്ടോറിയ സ്ക്വയറിലോട്ട് പുറപ്പെട്ടു. മെയിനായിട്ട് നമ്മൾ വെളിയിൽ പോകുന്നത് ഫോട്ടോസ് വീഡിയോസ് എടുക്കാനും ഫുഡ് കഴിക്കാനാണല്ലോ. ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം അത് തന്നെയായിരുന്നു. This is Victoria Square guys, one of the largest shopping complex in Northern Ireland and one of the major attraction of Belfast. അങ്ങനെ വിക്ടോറിയ സ്ക്വയറിൽ ഓൾമോസ്റ്റ് ഷോപ്പെല്ലാം കവർ ചെയ്ത് ക്ഷീണിച്ച് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും റീൽസ് എല്ലാം എടുക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിന്ന്. ഓൾമോസ്റ്റ് ഷോപ്സ് എല്ലാം നല്ല തിരക്കുണ്ടായിരുന്നു. ബ്ലാക്ക് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഓഫേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോൾ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങളാരും പ്രത്യേകിച്ചൊന്നും പർച്ചേസ് ചെയ്തില്ല ഗൈസ്. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് നടന്നു. അത് കഴിഞ്ഞ് ഞങ്ങളൊരു 3-4 ഷോപ്പിംഗ് കോംപ്ലക്സ് കൂടി കവർ ചെയ്തിട്ടോ. എല്ലായിടത്തും ലൈറ്റിംഗ് ഒക്കെ വന്നപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കാണാൻ. ഈ ക്രിസ്മസ് എന്ന് പറഞ്ഞ സമയമാണല്ലോ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൈം. പ്രത്യേകിച്ച് ഇവിടുത്തെ നൈറ്റ് ലൈഫ് എടുത്തു പറയേണ്ടത് തന്നെയാണ്. അടിപൊളി വ്യൂ ആണ്. എൻ്റെ കൂടെ ഉള്ളവർക്ക് പർച്ചേസ് ചെയ്യുന്ന തിരക്കാൻ ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനാകെ ബോട്ട്സിൽ നിന്ന് കുറച്ച് കോസ്മെറ്റിക്സ് മാത്രമേ വാങ്ങിച്ചുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം പ്രിമാർക്കിൽ നിന്നപ്പോൾ ഞങ്ങൾ 4 പേരും കൂടി ബോട്ട്സ് തപ്പി നടക്കുകയായിരുന്നു. എനിക്ക് ബോട്ട്സിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബോട്ട്സിലെത്തി അവിടെ നിന്ന് പർച്ചേസ് ചെയ്തു. മുമ്പ് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഫ്രണ്ട്സായിട്ട് ഇതുപോലെ തന്നെ നമുക്ക് കുറേ നാൾ കഴിഞ്ഞൊരു ട്രിപ്സൊക്കെ പോകണം, ഗേൾസ് ട്രിപ്പൊക്കെ പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളവരായിരിക്കും എല്ലാ പെൺകുട്ടികളും. ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ തന്നെയായിരുന്നു. മുമ്പെന്ന് പറയുമ്പോൾ ഒരുപാട് നാളൊന്നും ആയിട്ടില്ല കേട്ടോ. ഞാൻ കോളേജ് കഴിഞ്ഞ് പറഞ്ഞിട്ടൊരു 4 വർഷമായിട്ടുള്ളൂ. അങ്ങനെ പ്ലാനുകൾ മാത്രമായി നടക്കാതെ പോയ എത്രയോ ട്രിപ്പുകൾ. ആ ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ മാളുകളിലെല്ലാം കയറി ഇറങ്ങി അവസാനം പിന്നെ നമ്മൾ വിക്ടോറിയ സ്ക്വയറിലോട്ട് തന്നെ എത്തി ഗൈസ്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് കോസ്മോയിൽ നിന്നാണ്. വിക്ടോറിയ സ്ക്വയറിലെ ഒരു ഏഷ്യൻ ഫ്യൂഷൻ റെസ്റ്റോറൻ്റാണ് കോസ്മോ. നമ്മളൊരു 10:30 ബെൽഫാസ്റ്റിലെത്തി. 11 മണിക്കാണ് നമ്മുടെ യാത്ര തുടങ്ങിയത്. ഇപ്പോൾ 4 മണിയായി. വിശപ്പിൻ്റെ മുഖങ്ങളാണ് കാണുന്നത്. ഞങ്ങളെല്ലാവരും നല്ല വിശന്നിരിക്കുകയായിരുന്നു. ആൻഡ് കോസ്മോയെ പറ്റി പറയുകയാണെങ്കിൽ മോർ ദാൻ 150 ഡിഷസ് ഇവിടെ അവൈലബിൾ ആണ്. മെയിനായിട്ട് ഏഷ്യൻ ഫുഡ്,
Italian and British. And wide variety of pastries, cakes, everything, desserts ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ എല്ലാത്തിനും കൂടി നമ്മൾ കയറുമ്പോൾ ഒരു എമൗണ്ട് ചാർജ് ചെയ്യണം. ബാക്കി ഫുഡെല്ലാം അൺലിമിറ്റഡ് ഫുഡാണ്, നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം. ആൻഡ് ഞങ്ങൾ പോയ ദിവസം ഒരാൾക്ക് £20 50 വെച്ച് ചാർജ് ആയായിരുന്നു. വീക്കെൻഡ്സിലെല്ലാം ഈ റേറ്റ് ഡിഫറൻസ് ആവും. വീക്കെൻഡ്സിൽ ചിലപ്പോൾ £1 £2 എക്സ്ട്രാ ആകും. അല്ലാത്ത ദിവസങ്ങളിൽ ഈ ഒരു റേറ്റ് തന്നെയാണ്. പിന്നെ നമുക്ക് ഫുഡെല്ലാം അൺലിമിറ്റഡ് ഫുഡാണ്, ഇഷ്ടംപോലെ വെറൈറ്റി ഓഫ് ഫുഡ്സ് ഉണ്ട്. പക്ഷേ ഡ്രിങ്ക്സ് നമ്മൾ സെപ്പറേറ്റ് ഓർഡർ ചെയ്യണം. ഡ്രിങ്ക്സ് നമുക്ക് സെപ്പറേറ്റ് പൈസ കൊടുക്കണം, അത് ഇൻക്ലൂഡഡ് അല്ല. ഫുഡ് പക്ഷേ അൺലിമിറ്റഡ് ആണ്, നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം. ഞങ്ങളെല്ലാവരും തന്നെ അത്യാവശ്യം വയറിറച്ച് ഫുഡ് കഴിച്ചു. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും എല്ലാം ട്രൈ ചെയ്തു. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ക്രിസ്മസ് മാർക്കറ്റിലോട്ട് ലക്ഷ്യം വെച്ച് നടന്നു. ഇപ്പോൾ സമയം എത്രയെന്നറിയോ ഗൈസ്? 5:30 മണിയായി. ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ വന്ന ഞങ്ങൾ ക്രിസ്മസ് മാർക്കറ്റിലോട്ട് പോകുന്നത് 5:30 മണിയായപ്പോഴാണ്. ഞങ്ങളുടെ ബസ് 6:10 എടുക്കും. 6:10 ഞങ്ങൾക്ക് തിരിച്ചു പോകണം. ഒരു അരമണിക്കൂർ മാത്രമേ ഞങ്ങൾക്ക് ക്രിസ്മസ് മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞ ട്വിസ്റ്റ് ഗൈസ്. ഞങ്ങൾ മെയിനായിട്ട് ക്രിസ്മസ് മാർക്കറ്റ് കാണാനാണ് വന്നത്. പക്ഷെ അറിയാലോ, പെൺപിള്ളേരെല്ലാവരും കൂടി എവിടെയെങ്കിലും ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അങ്ങനെയല്ലേ സംഭവിക്കുള്ളൂ. ഉള്ള കടകളെല്ലാം കയറി ഇറങ്ങി റേറ്റ് നോക്കി വാങ്ങി കയറി ഇറങ്ങി വന്ന് ഈ ഒരു സമയമായി ഞങ്ങൾ ക്രിസ്മസ് മാർക്കറ്റിലോട്ട് എത്തിയതിപ്പോൾ. ഈ കാണുന്നതാണ് ക്രിസ്മസ് മാർക്കറ്റിൻ്റെ ലൈറ്റിങ്സ്. പക്ഷേ ഇവിടെ ഒരു ഹാഫ് ആൻ അവർ മാത്രം ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ടാണ് വന്നെങ്കിൽ പോലും ഞങ്ങൾക്ക് ഇവിടെ അധികം സമയം കിട്ടിയില്ല. എന്നാലും ഞങ്ങൾ അടിപൊളിയായിരുന്നു. ഞങ്ങളെല്ലാം നല്ലോണം എൻജോയ് ചെയ്തു. ഒരു അരമണിക്കൂറിൽ ഓടി നടന്ന് എല്ലാം ഒന്ന് കണ്ട് ഞങ്ങൾ 6:10 തിരിച്ചു പോയി. ക്രിസ്മസ് മാർക്കറ്റിൽ നിന്ന് ട്രൈ ചെയ്യാനായിട്ട് കുറച്ച് ഫുഡ് സ്ട്രീറ്റ്സ് എല്ലാം കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്കുള്ള സമയം കുറവായതിനാൽ ഞങ്ങൾ അതൊന്നും നിന്നില്ല ഗൈസ്. ഞങ്ങൾ ഓടി നടന്ന് എല്ലാം കണ്ട് തിരിച്ചു പോയി. മോൾഡോൺ കഴിച്ചു. അത് അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നാട്ടിലൊക്കെ നമ്മൾ വൈൻ കുടിക്കുന്ന ആ ഒരു ഫീൽ കിട്ടി മോൾഡോൺ കഴിച്ചപ്പോൾ. നമ്മൾ ഫാമിലി ട്രിപ്പ് പോയാൽ എപ്പോഴും ഇതുപോലെ കയറി ഇറങ്ങി നടക്കാനൊന്നും പറ്റില്ല. നമ്മുടെ പാർട്ട്ണർക്ക് അത് ഇഷ്ടമൊന്നുമില്ല. ഒരു മൈൻഡുള്ള ഫ്രണ്ട്സ് ആകുമ്പോൾ അതെല്ലാം എളുപ്പം. എത്ര നേരം മൈൻഡിൽ സ്പെൻഡ് ചെയ്യാൻ കയറി ഇറങ്ങി നടക്കുക, ഒരു പ്രശ്നമില്ല. അതൊക്കെ തന്നെയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അതെല്ലാം ഞങ്ങൾക്ക് നിറവേറാൻ സാധിച്ചു. പിന്നെ ഈ കാണുന്ന പിസ്ത കുനാഫ ചോക്ലേറ്റും ട്രൈ ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ വൺഡേ ട്രിപ്പ് തൽക്കാലം ഇന്നത്തേക്ക് വിട പറയുകയാണ്. ഇതോടുകൂടി ഞങ്ങളുടെ വൺഡേ ട്രിപ്പ് തീർന്നു. ഇനിയും ഇതുപോലുള്ള ട്രിപ്പുകൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. ആൻഡ് ഞങ്ങളുടെ ഹസ്ബൻഡ്സിന് ഒരു പ്രത്യേക താങ്ക്സ് പറയാനുണ്ട്. കാരണം അവരുടെയും കൂടി സപ്പോർട്ട് പറയാനാണ് ഇതെല്ലാം നടന്നത്. Thank you all for watching our video. See you next time. Until then, bye.